ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർക്ക് എന്തും സാധ്യമാണ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ദൈവമാണ് യേശുക്രിസ്തു, ട്രിനിറ്റിയിലെ രണ്ടാമത്തെ ആള്. ദൈവത്തിലേക്ക്, പിതാവിലേക്കുള്ള വാതില് എന്ന് പറഞ്ഞ യേശുക്രിസ്തു ആണെങ്കിൽ, നമുക്ക് ആ വാതിൽ വരെ എത്തിപ്പെടാൻ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ ഒരിക്കപ്പോഴും ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നില്ല. വിശ്വാസം നമ്മൾക്ക് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അതോടൊപ്പം ദൈവത്തെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ കഷ്ടപ്പാടിനല്ല, നമ്മുടെ വേദനകൾക്കല്ല. ദൈവം കരുണയുള്ളവനാണ്, അത് വാസ്തവം. ദൈവം വളരെയധികം മേഴ്സിഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെ? നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ കണ്ണീരുകൾ എല്ലാം ദൈവം കാണുന്നവനാണ്, അതിനൊക്കെ ആൻസർ തരുന്നതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പറയുകയാണെങ്കിൽ, ദൈവത്തെ അട്രാക്ട് ചെയ്യാൻ ഒരു കാര്യത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ, അതാണ് വിശ്വാസം എന്നുള്ളത്. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നത് പ്രാർത്ഥിക്കാൻ സംസാരിക്കും. കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങായിരിക്കുന്ന ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ പിതാവെ, അങ്ങയുടെ മകനെ ലോകത്തിലേക്ക് വിട്ടതിനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായിട്ട് ഉയർത്തെഴുന്നേറ്റ് നന്ദി പറയുന്നു. കർത്താവെ യേശുവെ, അങ്ങ് ഞങ്ങളുടെ ഡോറാകുന്നു. കർത്താവ് ലോർഡ് ഫാദർ, അങ്ങിലേക്ക് പിതാവിലേക്ക് വരുന്നതിനുള്ള ഡോറാകുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയാത്ത ദൈവമേ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ടും മുദ്രയിട്ടതിനായിട്ടും പിതാവെ, അങ്ങ് തന്നെ ഞങ്ങളുടെ ഇൻഹെറിറ്റൻസ് ആയി നന്ദി പറയുന്നു. യേശുവിന്റെ നാമം തന്നെ ആമേൻ. നമുക്കിന്ന് ജോണിലേക്ക് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക്, അതിന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. യോഹന്നാന്റെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടൻ, മുടന്തൻ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അങ്ങനെ ഏറിയ കാലമായിരിക്കും എന്ന് അറിഞ്ഞ്, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്തു നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. 38 വർഷമായിട്ട് വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് വിചാരിച്ചു നോക്കി, 38 വർഷം എന്നൊക്കെ പറയുമ്പോ അദ്ദേഹത്തിന് പ്രായമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലാണെങ്കിലും 38 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലയളവാണ്, അല്ലെ? അപ്പോൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ചെറുപ്പത്തിൽ സാധിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രായം ചെല്ലുന്തോറും നമുക്ക് സാധിക്കണമെന്നില്ല, തീർച്ചയായിട്ടും സാധിക്കത്തില്ല. ഇദ്ദേഹത്തിന് 38 വർഷമായിട്ട് അസുഖമുണ്ട്. അസുഖമായിരിക്കുന്ന വ്യക്തി ഓരോ വർഷങ്ങൾ ചെല്ലുന്തോറും അദ്ദേഹത്തിന് വയ്യാതെ വരികയല്ലോ. മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥ, വയ്യാഴികൾ ഓരോന്നും വയ്യാതെ വരിക ചെയ്യുന്നു. അദ്ദേഹത്തെ എടുത്ത് കുളത്തിലേക്ക് ഇറക്കി അദ്ദേഹത്തെ സുഖപ്പെടുത്തിയുള്ള ഒരു ബന്ധുബലമോ അങ്ങനെ ആളുകളോ ഒന്നും ഇല്ലാത്ത, ഫ്രണ്ട്സോ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി. അപ്പം താൻ പ്രായവുമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു വ്യക്തി, അല്ലെ? ഒരു ഹെൽപ്പും ഇല്ലാത്ത ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഹെൽപ്പ് ഉണ്ട്, അല്ലെ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹെൽപ്പ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ നിൽക്കുന്നവര് അവരൊന്നും അല്ല എന്ന് കാണിക്കുക കൂടെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമാണ്, അല്ലെ? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം യേശുക്രിസ്തു ആണ് തന്നെ ഹീലാക്കുന്നത്. ദൈവമാണെന്നുള്ള കാര്യം പോലും അറിയത്തില്ലാതെ, യേശുവാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നുള്ള കാര്യം പോലും അറിയത്തില്ലാതെ, പക്ഷെ ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക്, ഇദ്ദേഹത്തിന് വല്ലാത്തൊരു പ്രതീക്ഷയാണ് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? ദൈവത്തിനൊരു വല്ലാത്തൊരു പ്രതീക്ഷയാണ്. ഇദ്ദേഹത്തിന് അറിയാം ഒരു കാര്യം, ദൈവം ഒരു മഹത്തായിട്ടുള്ള കാര്യം അവിടെ ചെയ്യുന്നു. ദൈവത്തിൽ നിന്നുള്ളതാണ് ഈ ഹീലിംഗ് എന്നുള്ള കാര്യം അറിയാം.
അല്ലെ? ദൈവം ചെയ്യുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും കുളത്തിൽ ചെല്ലാൻ പറ്റിക്കഴിഞ്ഞാല് കുളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയി മുങ്ങാൻ പറ്റുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം. കാരണം ദൈവമാണിത് ചെയ്യുന്നത്. ദൈവമാണ്, ദൈവത്തിന്റെ മാലാഖേനെയാണ് വിടുന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ട്, അല്ലെ? എന്നെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ദൈവത്തിൽ അദ്ദേഹത്തിന് വിശ്വാസവുമുണ്ട്. ആ പ്രതീക്ഷയും ദൈവത്തിനോടുള്ള വിശ്വാസം, അല്ലെ? അതുകൊണ്ട് അദ്ദേഹം ദൈവത്തോടും ദൈവത്തിന്റെ എന്താ പറയാ കൈൻഡ്നെസ്സിനോടും ഫെയ്ത്ത്ഫുൾനെസ്സിനോടും ഉള്ള ഒരു വിശ്വാസം, അല്ലെ? ഞാൻ രോഗിയാണെങ്കിൽ പോലും എന്നെയും സുഖപ്പെടുത്തും, എനിക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്നൊരു വിശ്വാസത്തില് അദ്ദേഹം ഈ ഇത്രയും കാലഘട്ടങ്ങൾ അദ്ദേഹം ഇങ്ങനെ തള്ളി മാറ്റുകയാണ്. അപ്പോ അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവം, ഒന്ന് വിചാരിച്ചു, 38 വർഷത്തെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്ന ഓർക്കണം, അല്ലെ? ഒരു ദിവസത്തെ 2 ദിവസത്തെ കാര്യമില്ല. 38 വർഷം അദ്ദേഹം അനുഭവിച്ച യാതന, അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാഴിക, അദ്ദേഹത്തിന് ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥ, അതൊന്നും അദ്ദേഹത്തെ തളർത്തി കളയാതെ പക്ഷേ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ, അല്ല, ദൈവം ഒരു വാഗ്ദാനം പോലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം അതിനെപ്പറ്റി ഒന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല, അല്ലെ? നമുക്കറിയാം, വാഗ്ദാനം നമുക്ക് ദൈവം തരുവാണെങ്കിൽ അതില് ഉറച്ചു നിൽക്കാമെങ്കിലൊക്കെ എളുപ്പമാണ്, അല്ലെ? എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എബ്രഹാമിന് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ദൈവത്തിൽ നിന്ന്, അല്ലെ? അതുകൊണ്ട് കുറച്ചെങ്കിലും എളുപ്പമായിരുന്നു അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി. തന്റെ പ്രായം ഒരുപാട് കഴിഞ്ഞു പോയെങ്കിൽ പോലും ഉറച്ചു നിൽക്കാൻ കുറച്ചെങ്കിലൊക്കെ സാധിക്കുമായിരുന്നു, അല്ലെ? പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു വാഗ്ദാനം കൊടുത്ത് ഞാൻ നിന്നെ സുഖപ്പെടുത്തും എന്നുള്ള കാര്യമൊന്നും നമുക്കിവിടെ കാണാനേ സാധിക്കുന്നില്ല. ഒന്നുമില്ല, അല്ലെ? ദൈവത്തിൽ നിന്ന് ഒരു ദൈവം പറഞ്ഞിരിക്കുന്നു എന്നോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിടിവള്ളി പോലെ ഒന്നും തന്നെ ഇല്ല. തന്നെ ആരെങ്കിലും ഈ കുളത്തിലേക്ക് എടുത്തിട്ട് തന്നെ സുഖപ്പെടുത്തുമെന്നുള്ള ഒരു 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 പ്രതീക്ഷയില്ല, അല്ലെ? തനിക്ക് ദൈവത്തിൽ നിന്നൊരു വാഗ്ദാനമില്ല. തനിക്ക് മുമ്പോട്ട് ഇനി എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. 38 വർഷങ്ങൾ കഴിഞ്ഞു പോയി, ഇനിയിപ്പോ എത്ര നാൾ മുമ്പോട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും വിശ്വസ്തതയെ, ദൈവത്തിന്റെ കഴിവിനെ, അല്ലെ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നെങ്കിലും സാധിക്കും, എനിക്ക് അവിടം വരെ എത്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു, എന്റെ സാഹചര്യം മൊത്തം മോശമാണ്, എന്റെ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷെ എന്നാലും ഞാൻ ഹീലാക്കപ്പെട്ടാലോ, എന്നാലും ഞാൻ സുഖം ആക്കപ്പെട്ടാലോ, അല്ലെ? ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ദൈവത്തിന്റെ കഴിവില്, ദൈവത്തിന്റെ വിശ്വസ്തതയില്, ദൈവത്തിന്റെ സ്നേഹത്തില്, ദൈവത്തിന്റെ കരുണയില് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വിശ്വാസം. തന്റെ സകല സാഹചര്യങ്ങൾക്കും അതീതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം, അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ, ഹോപ്പ്, അല്ലെ? ആ ഒരു ഹോപ്പ് അത് എന്ത് ചെയ്യിപ്പിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ, സൃഷ്ടാവായ ദൈവത്തെ അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചു, അല്ലെ? യേശു ഇവിടെ വന്ന് വേറെ ആരെയും ഹീൽ ചെയ്ത് നമ്മൾ കാണുന്നില്ല. ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തു ഇവിടെ വന്നിരിക്കുന്നതും ഈ വ്യക്തിനെ ഹീലാക്കുന്നതും. യേശു ആരാണെന്ന് പോലും ഈ വ്യക്തിക്ക് അറിയത്തില്ല. താഴേക്കുള്ള വാക്ക് വായിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ? പരീശന്മാർ കേൾക്കാൻ കണ്ടു കഴിഞ്ഞിട്ട് ആകപ്പാടെ വിഷമം ആയിട്ട് പരീശന്മാർ ചോദിക്കും, ഇത് ശബ്ബത്തിന്റെ ദിവസമല്ലേ, പിന്നെ എന്ത് നീ നിന്റെ കിടക്കൊക്കെ എടുത്തോണ്ട് നടക്കുന്നു. അവർക്ക് അത്ര മനസ്സിന്റെ അവരെ കട്ടി അങ്ങനെയാണ്, അല്ലെ? ഈ വ്യക്തിക്ക് തന്റെ മുമ്പിൽ നിന്ന് തന്നെ സുഖപ്പെടുത്തി യേശുക്രിസ്തു എന്ന് പോലും അറിയത്തില്ല. തന്നെ ആരാണ് സുഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം പോലും അറിയത്തില്ല. അദ്ദേഹത്തിന് ഇതാരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന പിന്നെ അദ്ദേഹത്തെ യേശുക്രിസ്തു കാണുമ്പോ, അല്ലെ, ചെമ്പിളി വെച്ച് കാണുമ്പോ, നീ ഇനി പാവം ചെയ്ത് നിനക്കാളും വലിയ കാര്യം വരുമെന്ന് പറയാൻ മാത്രമാണ് യേശുക്രിസ്തു ആണ് ഇതെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാലും അദ്ദേഹം ഈ ലോകവുമായിട്ട് മിക്കവാറും തന്നെ കട്ട് ഓഫ് ആയിരുന്നു എന്ന് ചുരുക്കം, അല്ലെ? യേശു അന്ന് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത്, അല്ലെ? ജെറുസലേമിലും അവിടെ ക്യാപ്പർനൗമിലും അങ്ങനെ കാനായിലും ഒക്കെ ആയിട്ട്, ഗലീലിലും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹം തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്നോട് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് യേശു ആണെന്ന് പോലും മനസ്സിലാക്കാൻ അത്രയ്ക്ക് അദ്ദേഹത്തിന് പറ്റുമായ നിലക്കാണ് അദ്ദേഹം ലോകവുമായിട്ട് മിക്കവാറും തന്നെ കട്ട് ഓഫ് ആയി പോയിരുന്നത്, അല്ലെ? പക്ഷെ ആ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെ? ലോകവുമായിട്ടുള്ള അതേ സമ്പർക്കം ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കൈമുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അദ്ദേഹം പോലും മനസ്സിലാക്കാതെ ഉണ്ടായിരുന്ന ഒരു കൈമുതൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിലൊരു പ്രതീക്ഷ,
അല്ലെ? ഞാൻ ആ വെള്ളത്തിൽ ചാടാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഹീലാക്കപ്പെടുമല്ലോ. ഞാൻ ഇവിടെ ഇരുന്നാല് അല്ലെ, ഞാന് ഒരുപക്ഷെ എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് എനിക്ക് സുഖപ്പെടാൻ പറ്റുമല്ലോ അല്ലെ? അദ്ദേഹം വിചാരിച്ചത്, അദ്ദേഹം പ്രതീക്ഷിച്ച ദൈവത്തിന്റെ ആ ഒരു മഹത്വത്തിലാണ്, ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സിലാണ് അല്ലെ? ദൈവത്തിന്റെ എന്താ പറയുന്നെ, ആ കരുണയിലാണ് ആ വെള്ളത്തിൽ ചാടുന്ന വ്യക്തികളെ സുഖപ്പെടുത്തുക ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി. ആ പ്രവൃത്തിയിലാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവം അല്ലെ തന്റെ അടുത്തേക്ക് വരുവാൻ തന്നെ ദൈവത്തെ അട്രാക്ട് ചെയ്തു അല്ലെ? ദൈവത്തെ ആകർഷിച്ചു. കാന്തം പോലെ ആകർഷിച്ചു ദൈവത്തെ അല്ലെ? യേശുക്രിസ്തുവിനെ ആ വ്യക്തിയുടെ അടുത്തേക്ക് കാന്തം പോലെ അദ്ദേഹത്തിന്റെ ഫെയ്ത്ത് ആകർഷിച്ചു. അപ്പൊ അതാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഫെയ്ത്ത് ദൈവത്തെ ആകർഷിക്കും നമ്മളിലേക്ക്. നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ? ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. പക്ഷേ നമ്മളുടെ പ്രശ്നം ദൈവത്തെ നമ്മളിലേക്ക് ആകർഷിക്കത്തില്ല അല്ലെ? നമ്മളുടെ എന്താ പറയാ, നമ്മൾ കൊടുക്കുന്ന തൈത്ത് വെറുതെ കൊടുക്കുവാണെങ്കിൽ ദൈവത്തെ നമ്മളിലേക്ക് ആകർഷിക്കത്തില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും വെറുതെ ചെയ്യുവാണെങ്കിൽ അത് ഒരിക്കലും ദൈവത്തെ നമ്മളിലേക്ക് ആകർഷിക്കത്തില്ല. പക്ഷെ നമ്മൾ വിശ്വാസത്തോട് ദൈവം, എന്റെ ദൈവം ഉണ്ട്, എന്റെ ദൈവം എന്നെ കാണുന്നു, എന്റെ ദൈവം ഞാൻ സംസാരിക്കുന്നത് എന്റെ ദൈവം കേൾക്കുന്നു, എന്റെ ദൈവം ആൻസർ തരുന്നവനാണ് അല്ലെ എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, എന്റെ ദൈവം യേശുക്രിസ്തു, അദ്ദേഹത്തിന്റെ ചെവികൾ എന്നിലേക്കാണ്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്നെ നോക്കുന്നു എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടായെങ്കിൽ അല്ലെ, നമ്മൾക്ക് ആൻസർ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അല്ലെ? വിശ്വാസത്തിന് ദൈവത്തെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ? എന്തുകൊണ്ടാണ് എബ്രഹാമിനെ എന്താ പറയണേ, വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിച്ചിരുന്നത്? എബ്രഹാം വിശ്വസിച്ച ദൈവത്തെ അല്ലെ? എബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് 75-ാമത്തെ വയസ്സിലാണ് എബ്രഹാമിനോട് ദൈവം തന്റെ നാട്ടിൽ നിന്ന്, തന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന്, തന്റെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നെല്ലാം പോകാൻ ദൈവം പറഞ്ഞത് 75-ാമത്തെ വയസ്സ്. 75-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമില്ല. ഇന്ന് അതൊരു വലിയ ഒരു പ്രായം തന്നെയാണ് അല്ലെ? എബ്രഹാം മരിക്കുന്ന അതിനൊക്കെ ശേഷമുള്ള ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. പക്ഷെ എന്നാലും 75 വയസ്സ് എന്ന് പറയുമ്പോൾ അതൊരു പ്രായം തന്നെയാണ് അല്ലെ? ആ പ്രായത്തിലും എന്താ പറയുക, നമുക്കറിയാം എബ്രഹാം വിശ്വസിക്കാൻ താല്പര്യമായിരുന്നു. എബ്രഹാം വിശ്വസിച്ചു അല്ലെ? എബ്രഹാം വിശ്വസിച്ചുകൊണ്ട് എബ്രഹാമിന്റെ വിശ്വാസത്തെ റൈച്ചസ്നെസ് ആയിട്ട് കണക്ക് കൂട്ടി. അപ്പോ ഇദ്ദേഹവും ഈ ബെഥസ്ദ പൂളില് സൈഡിൽ കടന്ന ആ വ്യക്തിയും അദ്ദേഹം വിശ്വസിച്ചു, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അദ്ദേഹം വിശ്വസിച്ചു കഴിഞ്ഞപ്പോ അത് റൈച്ചസ്നെസ് ആയിട്ട് ദൈവം അല്ലെ, നീതിയായിട്ട് ദൈവം കരുതുക തന്നെ ചെയ്തു അല്ലെ? തന്നെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പട്ടമാണ് നീതിമാൻ എന്നുള്ള ഒരു പട്ടം അല്ലെ? ഇപ്പൊ എബ്രഹാം എന്താ പറയാ, യേശുവിന്റെ സമയം കണ്ട് അല്ലെ എബ്രഹാം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് റിജോയ്സ് ചെയ്തു എബ്രഹാം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം വെച്ചാൽ വിശ്വാസമാണ്. ദൈവം പറയുന്ന വാക്കുകളെ കംപ്ലീറ്റ് വിശ്വാസമാണ് ദൈവത്തിന് അല്ലെ? അങ്ങനെ ഒരു വ്യക്തിയെ ദൈവത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല ആ സമയത്ത് അല്ലെ? 85 ഒന്നെങ്കിൽ 86-ാമത്തെ വയസ്സിലാണല്ലോ ഇദ്ദേഹം ജനിക്കുന്നത്, എന്താ പറയുന്നത്, ഇസ്മായിൽ ജനിക്കുന്നത് അല്ലെ? അപ്പൊ ആ 75 വയസ്സിനും 85 വയസ്സിനും ഇടയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ദൈവം പറയുന്നത് തനിക്ക് എബ്രഹാമിന് കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുമെന്നുള്ളൊക്കെ കാര്യമൊക്കെ പറയുന്നത് അല്ലെ? തന്റെ ശരീരം മരിച്ചതിനോട് തുല്യമായിരുന്നു എബ്രായർക്ക് ലേഖനത്തിൽ 11-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു അവസ്ഥയിൽ പോലും ദൈവമാണ് പറയുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറായപ്പോ, ദൈവമാണ് ഇതെനിക്ക് എന്നോട് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായപ്പോ, തന്റെ പുത്രനെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഈ ലോകത്തിലേക്ക് വിടാൻ ഇദ്ദേഹത്തിന്റെ ഫാമിലി മതിയെന്ന് ദൈവം തീരുമാനിച്ചു. എബ്രഹാമിന്റെ ഫാമിലി മതിയെന്ന് വിചാരിച്ചു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എബ്രഹാമും ദൈവവും തമ്മിലുള്ള കണക്ഷൻ വിശ്വാസം അല്ലെ? വിശ്വാസമാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ജൈറസിന്റെ മകള് കുഞ്ഞു മരിക്കാൻ തുടങ്ങുമല്ല, അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് യേശുവിനെ തേടി ജൈറസ് പോകുന്നത് അല്ലെ? യേശു വരുന്നത്, ജൈറസിന്റെ വീട്ടിലേക്ക് വരുന്നത് കുഞ്ഞു മരിക്കാൻ പോകുന്നതിന് മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? അപ്പോ പക്ഷെ പകുതി വഴി വെച്ച് കഴിഞ്ഞപ്പോഴേ കുഞ്ഞു മരിച്ചു.
പക്ഷെ എന്നാലും യേശുക്രിസ്തു ജൈറസിനോട് പറയുമ്പോ പേടിക്കണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോ തന്റെ കുഞ്ഞു മരിച്ചു പോയി എന്നുള്ള അറിവ് കിട്ടിയിട്ട് പോലും ജൈറസിന് പിന്നെ വിശ്വസിക്കാൻ ഒരു മനസ്സ് ഉണ്ടായിക്കഴിഞ്ഞപ്പോ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി ജൈറസിന്റെ ജീവിതത്തിൽ, അല്ലെ? അപ്പോ ദൈവത്തെ അട്രാക്ട് ചെയ്യുന്നത്, ദൈവത്തെ മനുഷ്യരിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തെ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ എന്താ പറയണേ, ദൈവത്തിന് മാർവലസ് ആയിട്ട്, മനുഷ്യന്റെ ഉള്ളിൽ മാർവലസ് ആയിട്ട് തോന്നുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമേസ്ഡ് ആയി പോയെന്ന് പറയുന്നില്ല, ദൈവം അമേസ്ഡ് ആയി പോകുന്നത്, സർപ്രൈസ്ഡ് ആയി പോകുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം, അല്ലെ? മനുഷ്യനിലേക്ക് നോക്കുമ്പോ വേറൊന്നും തന്നെ ഇല്ല ദൈവത്തിന്, അല്ലെ? അമേസ്ഡ് ആകാനോ സർപ്രൈസ്ഡ് ആയി പോകുന്ന അവന്റെ വിശ്വാസം മാത്രമേ ഉള്ളൂ, അല്ലെ? വേറെ ഒരു കാര്യവുമില്ല. അപ്പൊ ദൈവം ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മള് നമ്മുടെ സാഹചര്യത്തിന് എതിരായിട്ട് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ അതിന് എതിരായിട്ട് ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യും. നമ്മുടെ സാഹചര്യം നോക്കിയല്ല ദൈവം ഒരു കാര്യവും ചെയ്യുന്നത്. ദൈവം സൃഷ്ടാവാണ്. ദൈവം സൃഷ്ടാവാണ്, അല്ലെ? റൈച്ചസ് ആയിട്ടുള്ള ആളുകളുടെ കണ്ണീരിന് മുമ്പില് ദൈവം ഒരിക്കൽ പോലും അത് വേണ്ടെന്ന് വെക്കത്തില്ല. നമ്മളെ റൈച്ചസ് ആക്കുന്നത്, നമ്മളെ നീതിമാനാക്കുന്ന ദൈവത്തോട് നമ്മളെ വിശ്വാസമാണ്, അല്ലെ? ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് എന്തും സാധ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് എന്തും സാധ്യമാണ് ദൈവം പറയുമ്പോൾ, അല്ലെ? കടുകുമണി പോലെ ഉള്ളൊരു വിശ്വാസം മതി. നിങ്ങൾ ഈ മലയോട് മാറിപ്പോകുക എന്ന് പറയുമ്പോൾ അത് മാറും എന്ന് ദൈവം പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ കടുകുമണി പോലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നല്ല ദൈവം പറയുന്നത്. നമ്മളോട് ദൈവം ഇതാ പറഞ്ഞിരിക്കുന്നത്, നീ എന്നിൽ ആ കടുകുമണിയോളം വിശ്വസിക്കുവാണെങ്കിൽ, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നീ വിശ്വസിക്കുവാണെങ്കിൽ നിന്റെ മല മാറിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല, നമ്മൾക്ക് മലയെ മാറ്റാം എന്നുള്ള വിശ്വാസമല്ല, അല്ലെ? നമ്മള് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലെ? എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് ലേഖനത്തെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ സ്ട്രെങ്ത് ചെയ്യുന്ന യേശുക്രിസ്തു, അല്ലെ, ത്രൂ ഹിം ഐ ക്യാൻ ഡു എവറിത്തിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ വഴി എനിക്കെല്ലാം ചെയ്യുന്നത് വെച്ചാൽ, അവൻ വഴി എല്ലാം ചെയ്യുന്ന വെച്ചാൽ ചെയ്യുന്നതല്ല, നമ്മളാണ് ചെയ്യുന്നത്, യേശുക്രിസ്തു ആണ് ചെയ്യുന്നത്, അല്ലെ? യേശുവിന് ചെയ്യാൻ കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവന്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെ, അത് ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജിയാണ് വിശ്വാസം, അല്ലെ? നമ്മൾ വിശ്വസിക്കോ എന്ന ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുക, അല്ലെ? വിശ്വസിക്കുന്നവര് ദൈവത്തെ സീക്കുകയോ ചെയ്യുന്നത്, ദൈവത്തെ അന്വേഷിക്കുകയോ ചെയ്യുന്നത്, ദൈവത്തിന്റെ മഹിമയെ അന്വേഷിക്കുകയോ ചെയ്യുന്നത്, ദൈവത്തിന്റെ കൃപയെ അന്വേഷിക്കുകയോ ചെയ്യുന്നത്, ദൈവത്തിന്റെ മേഴ്സിയെ അന്വേഷിക്കുകയോ ചെയ്യുന്നത്, അല്ലെ? അന്വേഷിക്കുന്നവർക്ക് ദൈവം റിവാർഡ് ചെയ്യുന്നവർ. എബ്രായർക്ക് ലേഖനത്തെ 11-ാമത്തെ ചാപ്റ്ററിന്റെ 6-ാമത്തെ വാക്കിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ? തന്നെ അന്വേഷിക്കുന്നവർ ഡിലിജന്റ് ആയിട്ട് സീക്ക് ചെയ്യുന്നവർക്ക് റിവാർഡ് ചെയ്യുന്നതാണ് ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ വിശ്വാസം ദൈവത്തെ നമ്മളിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നു. നമ്മളുടെ വിശ്വാസം ഇല്ലാഴിക ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. അപ്പൊ വിശ്വാസമാണ് ആ ഒരു അട്രാക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് എങ്കിൽ നമ്മൾക്ക് വിശ്വാസത്തോട് മുമ്പോട്ട് പോകാം, അല്ലെ? നമ്മളുടെ കാലത്തെയും നമ്മളുടെ സാഹചര്യത്തെയും എല്ലാത്തിനെയും അതിജീവിക്കുന്ന തരത്തിലുള്ള വിശ്വാസം, അല്ലെ? നമ്മൾ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നും തന്നെ പ്രതീക്ഷയ്ക്ക് ഭാഗ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, അല്ലെ? ചില ആളുകൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ പറ്റി കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ പേടി തോന്നും. അതുപോലത്തെ പ്രശ്നത്തിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ അവിടെയും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രശ്നവും എനിക്കൊരു കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തു എല്ലാത്തിനുമുള്ള പരിഹാരം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ക്രോസ് ഓഫ് കാൽവരിയിൽ. ഞാൻ ഈ ലോകത്തെ ഓവർകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ പുതിയതായിട്ടൊരു പ്രശ്നങ്ങളില്ല. ലോകത്തു നിന്ന് വരുന്ന ഒരു പ്രശ്നങ്ങൾ പോലും, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പ്രശ്നങ്ങൾ പോലും പുതിയതായിട്ട് വരുന്ന പ്രശ്നങ്ങളല്ല, അല്ലെ? നമ്മൾ പലരും അനുഭവിച്ച പ്രശ്നങ്ങളാണ് പിന്നെയും കുറെ നാളുകൾക്ക് ശേഷവും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് പല വ്യക്തികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടൊന്നുമില്ല, റെപ്പറ്റേഷനാണ്. പിശാച് കൊണ്ടുവന്ന പ്രത്യേകിച്ച് പ്രശ്നങ്ങളെല്ലാം റെപ്പറ്റേഷനാണ്. പിശാചിന് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കാൻ കഴിയുമില്ല.
അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എല്ലാത്തിനെയും ഞാൻ ഓവർകം ചെയ്തിരിക്കുകയാണ്, ലോകത്തെ ഞാൻ ഓവർകം ചെയ്തിരിക്കുകയാണ്. ക്രോസ് ഓഫ് കാൽവരിയിൽ എല്ലാത്തിന്റെയും മുകളിൽ, അല്ലെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും മുകളിൽ അവൻ വിക്ടറി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, വിട്ടുകളയാതെ വിശ്വസിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ആ ദൈവത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക തന്നെ ചെയ്യും, അല്ലെ. അതാണ് ഈ വ്യക്തി ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അദ്ദേഹം എന്താ ചെയ്യുന്നുള്ള കാര്യം. അദ്ദേഹത്തിന് അറിയത്തില്ല. അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹം ചെയ്തിരുന്നത്, അല്ലെ, അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹം ചെയ്തത്. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തു. കറക്റ്റ് കാര്യം അദ്ദേഹം ചെയ്തു, അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു. നമുക്കറിയാം 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ, അവർക്കറിയാം എന്താ ചെയ്യുന്നുള്ള കാര്യം, അല്ലെ. അവര് കൃത്യമായിട്ട് ഇങ്ങനെ അവരോട് തന്നെ സംസാരിക്കും, ഞാൻ അവന്റെ വസ്ത്രത്തിലെ തൊങ്ങൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഹീലാക്കപ്പെടും എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാം, അല്ലെ. അപ്പൊ അതിന് നോക്കിക്കൊണ്ട് അവര് അതിനുവേണ്ടി തന്നെ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങല് ചെന്ന് പിടിക്കുകയോ ചെയ്യുന്നത്, അല്ലെ. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. യേശു എന്നുള്ള കാര്യം പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന് അറിയാം, എനിക്ക് എങ്ങനെയെങ്കിലും കുളത്തിൽ ചാടാൻ പറ്റുമെങ്കിൽ ദൈവം എന്നെ ഹീലാക്കും എന്നുള്ളൊരു കാര്യം അറിയാം, അല്ലെ. തന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ആരാന്ന് അറിയത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചത്. അതുതന്നെ അറിയത്തില്ല അതാണ് ഇദ്ദേഹം ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതിന്റെ കാര്യം. തന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി തന്നെ സുഖപ്പെടുത്താൻ വേണ്ടി തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം ആ വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ മറ്റു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അറിയാം, അല്ലെ. അവന്റെ ഒരു പ്രോഫറ്റിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ട് കഴിഞ്ഞാൽ ഹീലാക്കപ്പെടും എന്നുള്ള കാര്യം ആരെങ്കിലും വിചാരിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ വസ്ത്രത്തിന്റെ കീഴെ ചെന്ന് തൊട്ട് സുഖപ്പെടുകേണ്ടതാണ്. അദ്ദേഹം ഒരു പ്രോഫറ്റാണ്, ഒരു മൈറ്റി ആയിട്ടുള്ള പ്രോഫറ്റാണ്. പക്ഷെ അങ്ങനെ ആരും ചെയ്തതായിട്ട് നമുക്ക് കാണാനില്ല, അല്ലെ. നമുക്ക് അറിയത്തില്ല, ബൈബിൾ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യേശു എന്താ പറയുന്നത്, ദൈവമാണെന്നുള്ള കാര്യം എവിടെയൊക്കെയോ, അല്ലെങ്കിൽ മെസ്സയാണെന്നുള്ള കാര്യം പലർക്കും അറിയാമായിരുന്നു, അല്ലെ. പലർക്കും അറിയാം എന്ന് വെച്ചാല് അവരുടെ ഉള്ളിനുള്ള അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീ എന്ന് എന്താ പറയാ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന് തൊങ്ങലിലേക്ക് തൊടാൻ വരുന്നത്. അപ്പൊ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സുഖപ്പെടും, അല്ലെ, എന്ന് തൊട്ട് കഴിഞ്ഞാൽ സുഖപ്പെടും എന്നുള്ള സകല ആ ഒരു എന്താ പറയാ ഓഡ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട്, സകല തന്റെ ചുറ്റുമുള്ള സാഹചര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ആ ഒരു വിശ്വാസം, അതിനെ മാനിക്കുന്ന ദൈവം നമ്മുടെ ദൈവം യേശുക്രിസ്തു. അപ്പൊ എനിക്ക് ഇതാണ് പറയാനുള്ളത്, അല്ലെ. ദൈവത്തിന്റെ പുറകെ പോകുന്ന വ്യക്തികൾ നമ്മളാകട്ടെ, അല്ലെ. നമ്മളുടെ സാഹചര്യത്തിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കുന്ന വ്യക്തികളാകാം നമ്മൾ. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ വിക്ടറി ഉണ്ടായിരിക്കുക തന്നെ, നമുക്ക് ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം യേശു അല്ലെങ്കിൽ പിതാവിന് ഒരു പിതാവിന്റെ ഹൃദയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഒരു പാതയാണ്, അല്ലെ. വിശ്വാസം ഒരു വഴിയാണ്, നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് വരുന്നതിനുള്ള ഒരു വഴിയാണ്. അങ്ങനെ ഒരു പാലം പോലെ നമ്മളെ ദൈവത്തെയും നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം പോലെ. ആ പാലം അവിടെ ഇട്ട് കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും ഉപയോഗിക്കും ആ പാലം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഹൃദയം അങ്ങനെയാണ്, അവന്റെ മനസ്സങ്ങനെയാണ്. മനുഷ്യവർഗത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വേണ്ടെന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞാലും പിന്നെയും നമ്മുടെ മുമ്പിലേക്ക് കൈയും നീട്ടിക്കൊണ്ട് വരുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു. ഇഷ്ടം കൊണ്ട്, ഭയങ്കര ഇഷ്ടം കൊണ്ട്, നമ്മളോട് ഭയങ്കര ആയിട്ടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആരിലെങ്കിലും ആ ഒരു വിശ്വാസത്തിന്റെ കണിക കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അതിങ്ങനെ ഒരു കാന്തം പിടിക്കുന്ന പോലെ, ഇരുമ്പിനെ കാന്തം പിടിക്കുന്ന പോലെയാണ്, അല്ലെ. ദൈവം നമ്മുടെ വിശ്വാസം കണ്ടു പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് നമ്മളിലേക്കും വരുന്നതിന്റെ കാര്യം. അപ്പൊ നമുക്ക് നല്ലതായിട്ട് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസൻസ് എന്നും ഉണ്ടാകത്തില്ലേ, അല്ലെ. ദൈവത്തിന്റെ പ്രസൻസ് എന്നും ഉണ്ടാകണം ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടാണ് ദൈവത്തിൽ നിന്ന് എന്താ പറയുക, ദൈവം നമ്മുടെ അടുത്തേക്ക് വരേക്കുക. ദൈവം അടുത്താണ്, നമ്മുടെ വളരെ അടുത്താണ്, നമ്മുടെ ഉള്ളിലാണ് ഹോളി സ്പിരിറ്റ് കോഡ് ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആ പ്രസൻസ്, ദൈവത്തിന്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ കാണാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ ഒരിക്കലും നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് ബെൻഡ് ചെയ്ത് നമുക്ക് ദൈവത്തില് ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉള്ള ഒരു വിശ്വാസവും അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ദൈവത്തിന്റെ പ്രസൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടൊരു ഉണങ്ങി വരണ്ട തരത്തിലുള്ള ജീവിതം ജീവിക്കേണ്ടി വരുന്നതിന്റെ കാര്യം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചെറിയൻ കീഴിൽ നിർത്തുന്നപ്പോൾ തന്നെ അങ്ങനെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു, യഹോവ അല്ലെ, യേശുവ. അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തെ അട്രാക്ട് ചെയ്യണമെങ്കിൽ, ദൈവത്തെ അട്രാക്ട് ചെയ്യണം, ദൈവത്തെ അമേസ് ചെയ്യണമെങ്കിൽ, അല്ലെ, വാവ് മാർവൽ ചെയ്യണമെങ്കിൽ, വാവ് കൊള്ളാമല്ലോ. ആ സെഞ്ചുറിയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു, അല്ലെ. എന്റെ പുരക്കകത്ത് വരെ എന്താ ദൈവമേ, റബ്ബായി അങ്ങ് എന്റെ പുരക്കകത്ത് വരാവുന്ന ഉള്ള ഒരു വേർത്തൊന്നും എനിക്കില്ല, അല്ലെ. അതിനുള്ള ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഒന്നും എനിക്കില്ല. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പറയുമ്പോഴേക്ക് ഹീലാകപ്പെടും. അപ്പൊ അതൊരു വലിയൊരു വിശ്വാസമാണ്, ഇസ്രയേലിൽ പോലും കാണാത്ത വിശ്വാസമാണ് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. സൈറോഫീനിഷ്യൻ വുമന്റെ ആ വിശ്വാസം എന്ന് പറഞ്ഞാല്, സൈറോഫീനിഷ്യൻ ആയിട്ടുള്ള ആ സ്ത്രീയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ കാണാത്ത ഒരു വിശ്വാസമാണ്. യേശു അങ്ങനെ വിശ്വാസം കാണുന്ന വ്യക്തികളെ തേടി എത്തുകയോ ചെയ്യുന്നു അങ്ങോട്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇദ്ദേഹത്തിന് 38 വർഷമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അങ്ങോട്ട് തേടി എത്തുകയോ ചെയ്യുന്നത്. സൈറോഫിനിഷ്യൻ വുമനെ തേടി അങ്ങോട്ട് പോവുകയോ ചെയ്തിരിക്കുന്നത്, യേശു അവിടം വരെ പോവുകയോ ചെയ്തിരിക്കുന്നത്, അല്ലെ. ദൈവത്തെ അട്രാക്ട് ചെയ്യും നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെ. നമ്മുടെ വിശ്വാസത്തെ ഒരു കാന്തം പോലെ, അല്ലെ, ദൈവത്തെ ആകർഷിക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെ. ദൈവത്തെ അട്രാക്ട് ചെയ്യണ ഒരൊറ്റ കാര്യത്തിന് മാത്രമേ സാധിക്കൂ. നമ്മളിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് കരയാതെ, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുത്തിപ്പിടിച്ചിരുന്ന് കരയാതെ, ദൈവമേ എന്നുള്ള ഒരു നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വിശ്വാസത്തിൽ, എന്റെ ദൈവമേ അങ്ങ് എന്നെ സ്നേഹിക്കുന്നവനാണല്ലോ, എന്റെ ദൈവമേ എന്റെ കണ്ണീര് കാണുന്നവനാണല്ലോ, എനിക്ക് വേണ്ടി അങ്ങ് ഇത് വർക്കൗട്ട് ചെയ്ത് തരും, എന്റെ ദൈവമേ അങ്ങ് എന്റെ പ്രശ്നത്തെ പരിഹരിച്ച് തരും ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം വിശ്വസിക്കുന്ന വ്യക്തികളെ നാണം കെട്ടുന്നവനല്ലേ യേശു ക്രിസ്തു. അതാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവെ, അങ്ങയുടെ സ്നേഹത്തോട് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ ഗോഡ്. ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതിനായിട്ടും ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കായിട്ട് നിൽക്കുന്നതിനായിട്ടുള്ള പിതാവേ യേശുവെ നന്ദി പറയുന്നു യേശുവെ. ഞങ്ങളുടെ ഉള്ളിൽ ആ ദൈവമേ അങ്ങയുടെ യേശുവെ അങ്ങേക്ക് അങ്ങയുടെ പിതാവിനോടുള്ള വിശ്വാസം അത് ഞങ്ങളുടെ ഉള്ളിലും ഉണ്ടാകട്ടെ കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു. യേശുവെ നന്ദി. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ കർത്താവേ. ഫാദർ യേശുവെ അങ്ങയുടെ ആ വിശ്വാസം, അങ്ങയുടെ പിതാവിനോടുള്ള ആ വിശ്വാസം കർത്താവ്, അത് എല്ലാ വ്യക്തികളുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്. ഞങ്ങൾക്ക് അങ്ങയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ലോർഡ് ഫാദർ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വർക്ക് തന്നെ ചെയ്യും. ഞങ്ങൾക്ക് അങ്ങയോട് വിശ്വാസമുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം തരുക തന്നെ ചെയ്യും കർത്താവ് ലോർഡ് ഫാദർ. ആ വിശ്വാസം കർത്താവ് യേശുവെ അങ്ങയിൽ കണ്ട വിശ്വാസം അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ കർത്താവ്, എന്റെ ഉള്ളിലും ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് കേട്ടാൽ നന്ദി. ദൈവത്തെ മാത്രം.